Hi friends, welcome back to my channel. ഇന്നത്തെ വീഡിയോ ഒരു വെറൈറ്റി ആയിട്ടുള്ള കേക്കിൻ്റെ ഡെക്കറേഷൻ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ ഡെക്കറേഷൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. ഇതിനു മുന്നേ ഒന്നും ഈ ഒരു വർക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ കസ്റ്റമർ ഇങ്ങനെ ഒരു മോഡൽ അയച്ചു തന്നിട്ട് ഈ ഒരു മോഡലിൽ ചെയ്യാൻ കഴിയുമെന്ന് ചോദിച്ചപ്പോൾ ഒരിക്കലും നമുക്ക് ചെയ്യാൻ കഴിയില്ല, അതെനിക്ക് പറ്റാത്ത വർക്കാണെന്നുള്ളത് നമ്മൾ അങ്ങനെ പറയാൻ തോന്നില്ലല്ലോ. എങ്ങനെയെങ്കിലും അത് ചെയ്തെടുക്കാനാണ് ശ്രമിക്കാറുള്ളത്. അപ്പോൾ അങ്ങനെ ഞാൻ ഈ ഒരു വർക്ക് എടുത്തിട്ട് ചെയ്തപ്പോൾ എനിക്ക് വന്നിട്ടുള്ള മിസ്റ്റേക്കും അതുപോലെ തന്നെ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നും ഒക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലിട്ട് പോകാം. അതിന് മുന്നായിട്ട് ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഡെക്കറേഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കേക്ക് എടുത്തിട്ടുണ്ട്. ഇതൊരു ടയർ കേക്കാണ് കേട്ടോ. അപ്പം 2 kg വന്നിട്ടുള്ള എന്താ പറയുക 2 ടയർ കേക്കാണ്. അപ്പോൾ അതിൽ റെഡ് വെൽവെറ്റാണ് ഫ്ലേവർ വന്നിട്ടുള്ളത്. ഇത് നന്നായിട്ട് കൂളായിട്ടുള്ള കേക്കാട്ടോ. അതിനെ നമ്മൾ സാധാരണ ടയർ കേക്ക് ചെയ്യുന്നതിനേക്കാളും ഒന്നും കൂടി കൂടുതൽ കൂളാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലോണം സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ടച്ച് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് മനസ്സിലാവും, കയ്യിൽ അങ്ങനെ ആവണില്ല, അത്രയും ഞാൻ കൂളാക്കി എടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കേക്കിനെ സ്ലോപ്പായിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ എന്താ പറയുക, അത്യാവശ്യം കൂളായാലും മാത്രമേ നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി കഴിയുള്ളൂ. അപ്പോൾ ഞാൻ ഇതിനെ ഫ്രീസറിൽ വെച്ചിട്ടാണ് കൂളാക്കി എടുത്തിട്ടുള്ളത്. അത് കാരണം കേക്ക് നല്ല ഹാർഡായിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. അതാണ് കട്ട് ചെയ്യുമ്പോൾ എനിക്ക് കറക്റ്റിന് കിട്ടാത്തത്. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ നിന്ന് ഞാൻ കുറച്ച് പീസ് കട്ട് ചെയ്തെടുക്കുകയാണ്. നമുക്കിങ്ങനെ ഈ ഒരു കേക്കിൻ്റെ ടോപ്പ് ഭാഗമായിട്ട് സ്ലോപ്പായിട്ടാണ് വരുന്നത്. ആ ഒരു മോഡലാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ താഴെ ഭാഗത്തു നിന്ന് ഒരു സൈഡിൽ നിന്നായിട്ട് കുറച്ച് ഭാഗം കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഈ ഒരു കട്ട് ചെയ്ത പീസിന് മുകളിലേക്കായിട്ട് വെച്ചിട്ട് ലെവൽ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് കറക്റ്റ് ഒരു സ്ലോപ്പായിട്ട് കിട്ടണം ഈ ഒരു കേക്കിന്. അപ്പോൾ ആ ഒരു മെത്തേഡിലാണ് ചെയ്തെടുക്കുന്നത്. ഇനി ഇതിൻ്റെ സൈഡിൽ നിന്ന് കട്ട് ചെയ്ത പീസിനെ ഇതിൻ്റെ മുകളിലേക്കായിട്ടാണ് വെച്ചെടുക്കുന്നത് കേട്ടോ. എന്നിട്ട് ഇതിനെ ക്രീം വെച്ചിട്ട് നന്നായിട്ടൊന്നും കൂടി ക്രം കോട്ടിങ്, ടോപ്പ് ഭാഗത്തായിട്ട് ഒന്നും കൂടി ക്രം കോട്ടിങ് ചെയ്യാം. ആ ഭാഗത്ത് എന്താ പറയുക, ഒന്നും ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ലെവൽ ചെയ്തിട്ട് കറക്റ്റ് നമുക്ക് ആ ഒരു സ്ലോപ്പായിട്ട് കിട്ടണം കേട്ടോ. ആ ഒരു രീതിയിൽ വേണം കട്ട് ചെയ്യാനും അതുപോലെ തന്നെ ജോയിൻറ്റ് ചെയ്തിട്ട് ആ ഭാഗം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാനും കേട്ടോ. ഇപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗം കറക്റ്റ് ലെവലാക്കി എടുത്തിട്ടുണ്ട്. കറക്റ്റ് ഇപ്പോൾ സ്ലോപ്പായിട്ടാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിനെ ഞാനൊന്നും കൂടി കൂളാവാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ്. ഇനി ഞാനിവിടെ താഴത്തെ കേക്ക് എടുത്തിട്ടുണ്ട്. ഇത് 8 ഇഞ്ച് സൈസിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇതിന് നേരത്തെ ചെയ്ത പോലെ തന്നെ സൈഡ് ഭാഗം ഒന്ന് സ്ലോപ്പായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഇതിൻ്റെ സൈഡ് ഭാഗം നേരത്തെ ചെയ്ത പോലെ തന്നെ സ്ലോപ്പാക്കി കൊടുത്തിട്ടുണ്ട്. അതിനെ കൂൾ ചെയ്യാൻ വേണ്ടി വെച്ചതിന് ശേഷം ഞാൻ നേരത്തെ ഫസ്റ്റ് ചെയ്തിട്ടുള്ള കേക്കിന് ഇവിടെ ഫൈനൽ കോട്ടിങ് ചെയ്യണേ. ഇപ്പോൾ ഈ ഒരു കേക്കിനെ ഞാൻ നന്നായിട്ട് തന്നെ ഒന്ന് ഫിനിഷിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കറക്റ്റ് സ്ലോപ്പായിട്ട് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാൻ അടുത്ത കേക്കിനെയും ചെയ്തെടുക്കുന്നത് കേട്ടോ. ഈ ഒരു കേക്കിൻ്റെ മുകളിലായിട്ട് ഫൈനൽ കോട്ടിങ് ചെയ്യണത് ലൈറ്റ് ഒരു വയലറ്റ് കളർ വന്നിട്ടാണ്. അപ്പോൾ ഈ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഗ്രേപ്പ് വയലറ്റ് ആണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇത് വെച്ചിട്ട് ഇതിനൊന്ന് ഫൈനൽ കോട്ടിങ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കേക്കിനെയും ഫൈനൽ കോട്ടിങ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നേരത്തെ ചെയ്ത കേക്കിൻ്റെ അത്രയും തന്നെ സ്ലോപ്പായിട്ട് ഈ ഒരു കേക്കിന് കിട്ടണില്ല കേട്ടോ. എത്ര ചെയ്തിട്ടും ആ ഒരു ഫിനിഷിങ് കിട്ടണില്ല. പിന്നെ ആദ്യം ചെയ്ത കേക്കിനെ ഞാനിവിടെ പുറത്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് മെഹന്തി ഡിസൈനാണ് വന്നിട്ടുള്ളത് കേട്ടോ. ആ ഒരു പൈപ്പിംഗ് ബാഗ് ചെറിയൊരു ഹോൾ ഇട്ടിട്ട് ഉള്ളൊരു ഡിസൈനാണ് ഈ ഒരു കേക്കിന് ഫുള്ള് വന്നിട്ടുള്ളത്. അത് ഞാനിവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് പറ്റിയിട്ടുള്ള മിസ്റ്റേക്ക് ഫസ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു താഴെ കൊടുത്തിട്ടുള്ള കേക്കില്ലേ 8 ഇഞ്ച് സൈസിൽ ചെയ്തിട്ടുള്ള ആ ഒരു കേക്കിനെ നമ്മൾ ഒരിക്കലും കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ.
ഞാനവിടെ കട്ട് ചെയ്തു, സ്ലോപ്പാക്കി കൊടുത്തു. അപ്പോൾ നമ്മൾ ടയർ ചെയ്യുന്ന സമയത്ത് കേക്കിനെ ടയർ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, സ്ലോപ്പായിട്ടുള്ള കേക്കല്ലേ. അപ്പോൾ പിന്നെ നമ്മൾ ഒരിക്കലും താഴത്തെ കേക്കിനെ കട്ട് ചെയ്യരുത്. പിന്നെ കട്ട് ചെയ്യാതെ മുകളിലത്തെ കേക്ക് നമ്മൾ ചെയ്തില്ലേ, ആ കേക്കിൽ നിന്ന് കട്ട് ചെയ്ത പീസില്ല, ആദ്യം ഒരു പീസിനെ എടുത്തിട്ട് നമ്മൾ മുകളിലേക്കായിട്ട് വെച്ച് കൊടുക്കണുണ്ടല്ലോ, ആ പീസിനെ നമ്മൾ മുകളിലേക്ക് വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. അതിനെ നേരെ താഴത്തെ കേക്കിലേക്ക് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പം മുകളിലുള്ള കേക്ക് ഓൾറെഡി അത്യാവശ്യം ഹൈറ്റുള്ള കേക്കാണ്. പിന്നെ നമ്മൾ ഒന്നും കൂടി ഹൈറ്റ് കൂട്ടുകയാണല്ലോ മുകളിലേക്ക് ആ പീസ് വെച്ച് കൊടുക്കുമ്പോൾ, അതിൻ്റെ ആവശ്യമില്ല. ആ നേരം നമ്മൾ താഴത്തെ കേക്കിനെ ഒരു ഭാഗത്തേക്കായിട്ട് ഒന്നിങ്ങനെ കയറ്റി വെച്ചിട്ട് ഒന്ന് സ്ലോപ്പാക്കി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടും കേട്ടോ. ഇപ്പോൾ കേക്കിനെ ഞാനിവിടെ സ്റ്റാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കേക്ക് കണ്ടാൽ ഞങ്ങൾക്ക് മനസ്സിലാവും ഒരു സൈഡിലേക്കായിട്ട് ചെരിഞ്ഞിരിക്കണ പോലെ തോന്നണല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ താഴെ ഭാഗത്ത് എന്താ പറയുക, ഉള്ളിലായിട്ട് കേക്കിൻ്റെ ഉള്ളിലായിട്ട് 4-5 സ്റ്റിക്ക് പ്ലാസ്റ്റിക്കിൻ്റെ സ്റ്റിക്ക്, കുറച്ച് തിക്നെസ് ഉള്ള സ്റ്റിക്കാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. നമ്മൾ അത്രയും സപ്പോർട്ടിലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, ഈ ഒരു കേക്കിന് 2 കേക്കും തമ്മിൽ ജോയിൻ്റായി വരുന്ന ഭാഗത്തൊക്കെ കുറച്ച് കൂടുതൽ ഗ്യാപ്പ് വന്നിട്ടുണ്ട് കേട്ടോ. അവിടെ ഒന്നും നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അതിന് ഞാൻ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഭാഗത്തേക്കായിട്ടൊരു ഫ്ലവർ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ ഒരു ഭാഗമൊക്കെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത് കേട്ടോ. പിന്നെ നമുക്ക് കൂടുതലായി ചെയ്യാൻ കഴിയില്ല, എന്ത് ചെയ്ത് കഴിഞ്ഞാലും ചിലപ്പോൾ ഇത് താഴത്തേക്ക് വീഴുമോ എന്നുള്ള ആ ഒരു ടെൻഷനാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് അത്രയും സ്റ്റിക്ക് കൊടുത്തുകൊണ്ടാണ് പിന്നെ ഡെലിവറി ബുദ്ധിമുട്ടില്ലാതെ അവിടെ എത്തിയതും എല്ലാ കാര്യങ്ങളും കേട്ടോ. നമ്മൾ സ്റ്റിക്ക് ഇങ്ങനത്തെ സമയത്തൊക്കെ കുറച്ച് കൂടുതലായിട്ട് കൊടുക്കുക. അപ്പോൾ പിന്നെ സേഫായിട്ട് തന്നെ നമുക്ക് ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. അപ്പോൾ ഈ കേക്കിന് ഇതുപോലെ 2 കേക്കും ഒരു സ്ലോപ്പായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്ത കേക്കില്ലായിരുന്നോ 5 ഇഞ്ചിൽ ചെയ്ത ആ കേക്കിൽ കട്ട് ചെയ്ത പീസിനെ താഴെ കൊടുക്കുക, താഴത്തെ കേക്കിൽ കൊടുക്കുക. പിന്നെ താഴത്തെ ഒരു സൈഡിൽ മാത്രമായിട്ട് സ്ലോപ്പ് കൊടുക്കുക കേട്ടോ, സെൻട്രലായിട്ട് കൊടുക്കരുത്. സെൻട്രൽ വെച്ച് കഴിഞ്ഞാൽ കേക്കിനെ നമുക്ക് സ്റ്റാക്ക് ചെയ്യാൻ കഴിയില്ല. സ്ലോപ്പായിട്ടുള്ള കേക്കല്ലേ, അത് സ്റ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റിന് കിട്ടൂല കേട്ടോ. അപ്പോൾ അങ്ങനെ സിമ്പിളായിട്ട് ചെയ്യാനുള്ള ഒരു കാര്യമേ ഉള്ളൂ. പക്ഷെ ഞാൻ ചെയ്തത് നേരെ തല തിരിഞ്ഞു പോയി. അത് കാരണമാണ് ഇപ്പോൾ ഈ ഒരു കേക്കിന് അധികം ഫിനിഷിംഗ് ഒന്നും തോന്നാത്ത കേട്ടോ, ഒരു ഭാഗത്തേക്കായിട്ട് ചെരിഞ്ഞിരിക്കുന്ന രീതിയിൽ തോന്നണത്. അപ്പോൾ എന്നാലും ഇത് സേഫായിട്ട് തന്നെ ഡെലിവറി ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു കുഴപ്പം ഉണ്ടായിട്ടില്ല. കാരണം ഞാൻ അനുസരിച്ചിട്ടുള്ള സ്റ്റിക്ക് ഉള്ളിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കേക്കിൽ ഞാൻ എന്താ പറയുക, എഡിബിൾ ബട്ടർഫ്ലൈനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു സൈഡും അതുപോലെ ഗ്യാപ്പൊന്നും കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ഭാഗങ്ങളിലായിട്ട് ബട്ടർഫ്ലൈ അതുപോലെ ഫ്ലവറൊക്കെ വെച്ചിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ്. ഇങ്ങനത്തെ കേക്കിന് ഓർഡർ വരുന്ന സമയത്ത് നമ്മളിപ്പോൾ ഫസ്റ്റ് ടൈമാണ് എനിക്ക് കഴിയില്ല എന്ന് പറയുകയെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇതെങ്ങനെ ചെയ്യാന്നുള്ളത് നമുക്ക് അറിയില്ല. ചെയ്താൽ മാത്രമേ അതൊരു എക്സ്പീരിയൻസ് ആയിട്ട് വരുള്ളൂ. അപ്പം ആ ഒരു ധൈര്യത്തിലാണ് ഈ ഒരു ഓർഡർ എടുത്തത്. അപ്പം മാക്സിമം എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ നല്ല രീതിയിൽ തന്നെ ഞാൻ പിന്നെ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആ ഗ്യാപ്പെല്ലാം കാണാത്ത രീതിയിൽ തന്നെ ബട്ടർഫ്ലൈ അതുപോലെ ലീഫൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരിക്കലും അറിയില്ല എന്ന് പറഞ്ഞിട്ട് കേക്ക് ഓർഡർ വരുന്നത് എന്താ പറയുക, ഒഴിവാക്കരുത്. എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. ചെയ്യാൻ കഴിയുന്നുള്ള ആ ഒരു കോൺഫിഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു കേക്കും ഇതിൻ്റെ ഡെക്കറേഷനൊക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. വീഡിയോ ഇഷ്ടമായിക്കണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണമെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. താങ്ക്